നീ സംശയിക്കുന്ന പോലെ ഇതൊന്നും അത്ര നല്ല കാര്യമായിട്ടല്ല എനിക്കും തോന്നുന്നത്. പക്ഷേ മോള് ഭയക്കണ്ട. അമ്മ മഹാമായയുടെ സംരക്ഷണവും സുരക്ഷയും നിന്നിലുള്ളപ്പോ ഏത് രാക്ഷസപ്പട വന്നാലും നീ അതൊന്നും കാര്യമാക്കണ്ട. ഇതൊന്നും കണ്ട് മോള് പേടിക്കുകയും വേണ്ട. അവന്മാരിതുവരെ കണ്ടില്ലല്ലോ. വരും. എന്തായാലും പറഞ്ഞു വിട്ടവന്മാര് അത്ര നിസ്സാരക്കാരല്ല. കണ്ടില്ലേ? നിങ്ങക്ക് എന്താ വേണ്ടേ? എന്തിനാ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നേ? നീ ക്ഷോഭിക്കാതെ സന്ദീപേ, കാര്യം ഞാൻ പറഞ്ഞുതരാം. നിന്റെ കാമുകിയുടെ മഞ്ഞൾ കല്യാണം നടക്കാൻ പോവല്ലേ? ആ സമയത്ത് നീ ഇവിടെ നിൽക്കാതെ പോയാലെങ്ങനെയാ? ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് അവളെ നീ വേണ്ടേ എനിക്ക് കൈപിടിച്ചേൽപ്പിക്കാൻ? അപ്പോൾ നിന്റെ അമ്മാവനായ എനിക്ക് ഈ കല്യാണത്തിന് ഒരു സ്ഥാനവുമില്ലേ? കാരണവരുടെ സ്ഥാനത്ത് നിന്ന് അവളെ കൈപിടിച്ചേൽപ്പിക്കുന്നത് ഈ മൂർത്തിയായിരിക്കണം. അത് കണ്ടു നിൽക്കുന്ന സാക്ഷിയായി വേണം സാക്ഷാൽ സന്ദീപ് ഇവിടെ നിൽക്കാൻ. ഒരു കണക്കിന് ഇവരെന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന് നന്നായി. ചിലപ്പോ ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് ദേവൂട്ടി രക്ഷിക്കാൻ പറ്റുമായിരിക്കും. നിന്റെ മനസ്സിലുള്ളത് ഞാൻ വായിച്ചു കഴിഞ്ഞു ചെറുക്ക. നീ എന്താ കരുതിയത്? നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് ആ മിണ്ടാ പെണ്ണിനെ രക്ഷിച്ചു കൊണ്ടുപോകാനാണെന്നോ? അതൊരിക്കലും സാധിക്കില്ല. ഈ ഗേറ്റിനപ്പുറം അഘോര മന്ത്രങ്ങളാൽ ഭദ്രമായി ബന്ധിച്ചിട്ടുണ്ട് ഈ മൂർത്തി. അതുകൊണ്ട് നിന്നെയും അവളെയും രക്ഷിക്കാൻ നടക്കുന്ന ആ മായാജാലക്കാരി ഉണ്ടല്ലോ, അവൾക്കും അവളുടെ വലം കൈകൾക്കും ഒരിക്കലും ഇവിടേക്ക് പ്രവേശനമില്ല. എന്റെ മന്ത്രകർമ്മങ്ങൾ ലംഘിച്ചിതിനകത്ത് കയറിയാൽ നിന്റെ ശവം കൊണ്ടായിരിക്കും ഞാൻ ആ മായാജാലക്കാരിയെ വരവേൽക്കാൻ പോകുന്നത്. ഇല്ല, എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഈ കെണിയിൽ നിന്ന് ഞാൻ ദേവൂട്ടി രക്ഷിക്കും. അതിനുവേണ്ടിയാണ് മൂകാംബിക ദേവി എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരിക്കലും നിനക്കതിന് സാധ്യമല്ല. എന്റെ ആജ്ഞ ലംഘിച്ച് ആ മായാജാലക്കാരിയുടെ സഹായത്തോടുകൂടി അവളെ ഇവിടുന്ന് രക്ഷിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. നിന്നെയും അവളെയും ബലി കൊടുത്തുകൊണ്ട് ആ മായാജാലക്കാരി ഇതിൽ പ്രവേശിക്കില്ല എന്ന് എനിക്കുറപ്പുണ്ട്. ഗഗൻ ദേവൂട്ടിയുടെ കഴുത്തിൽ താലി കെട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ നിന്റെ കാര്യം അതിനും ഒരു തീരുമാനമാവും.
എന്നിട്ടും അവന്റെ ഒരു ധൈര്യം കണ്ടില്ലേ? കൊണ്ടുപോ! കൊണ്ടുപോയി അവനെ ആ തുറുങ്കിലടക്ക്. അതിനുശേഷം ചാട്ടവാറ് കൊണ്ട് ഇവനെ അടിച്ചവശനാക്ക്. ഒരു കാരണവശാലും ഇവൻ എഴുന്നേൽക്കരുത്. ഗഗാ, നടക്കണം. എന്റെ മൂകാംബിക ദേവി, എത്ര വേദന ഞാൻ സഹിക്കാം. എന്റെ ദേവൂട്ടിയെ ഈ ദുഷ്ടമരുന്ന് രക്ഷിക്കാൻ ഉള്ള കരുത്ത് എനിക്ക് നൽകിയാൽ മാത്രം മതി. എനിക്കെന്റെ ദേവൂട്ടിയെ രക്ഷിക്കാൻ പറ്റണേ ദേവി. അമ്മേ, അമ്മേ, ദേവി, എന്റെ സന്ദീപേട്ടന് എന്താ പറ്റിയ? എന്തെങ്കിലും ആപത്ത് സംഭവിച്ചതായിരിക്കും സന്ദീപേട്ടന്. എന്റെ ദേവി, മാമായ ഏത് നരകത്തിലേക്ക് ഞാൻ പോവാൻ ഒരുക്കുക.